നമസ്കാരം. നെറ്റ്വർക്ക് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ. രാജ്യത്ത് ഭരണ നേതാക്കൾ തന്നെ അക്രമത്തിന് കൂട്ടുനിൽക്കുകയാണെന്ന് VM സുധീരൻ. ചെറുപുഴ പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി ജോൺസൺ, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ഷാൻഡി കലാധരൻ, PR സുലോചന എന്നിവർക്കെതിരെയാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പെരുമ്പടവ് ഗ്രാമപഞ്ചായത്ത് എന്ന ആവശ്യത്തിന് വീണ്ടും ജീവൻ വെക്കുന്നു. നിലവിൽ 4 പഞ്ചായത്തുകളിൽ പരന്നുകിടക്കുന്ന പെരുമ്പടവ് പ്രദേശം വികസന കാര്യത്തിൽ അവഗണന പേറുകയാണ്. പഴയങ്ങാടി ബോട്ട് ടെർമിനൽ റിവർവ്യൂ പാർക്ക് നിർമ്മാണം അന്തിമഘട്ടത്തിൽ. ഫെബ്രുവരി 15-നകം ടെർമിനലിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികളും ടൂറിസത്തിനായി ഇവിടെ എത്തുന്ന ജനങ്ങളും. പയ്യന്നൂർ നഗരത്തിലെ മെയിൻ റോഡിലെ അനധികൃത വാഹന പാർക്കിംഗ് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. നോ പാർക്കിംഗ് ബോർഡ് വെച്ച ഭാഗങ്ങളിലും പാർക്കിംഗ് പതിവാകുന്നു. വാർത്തകളിലേക്ക് വിശദമായി. മുതിർന്ന കോൺഗ്രസ് നേതാവ് KP കുഞ്ഞിരാമ പൊതുവാൾ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. അന്നൂരിൽ പരിപാടി VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ഭരണ നേതാക്കൾ തന്നെ അക്രമത്തിന് കൂട്ടുനിൽക്കുകയാണെന്ന് VM സുധീരൻ. വ്യക്തിജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും വിശുദ്ധിയുടെ മാർഗത്തിലൂടെ ഗാന്ധിയൻ മൂല്യങ്ങൾ പകർത്തിക്കാട്ടിയ KPയുടെ ജീവിതം പൊതുപ്രവർത്തകർക്ക് ഉദാത്ത മാതൃകയാണെന്നും പുതിയ തലമുറ KPയുടെ പാത പിന്തുടരണമെന്നും VM സുധീരൻ ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തനം ആരംഭിച്ചു. ഗാന്ധിയായിരുന്നു, മഹാത്മാഗാന്ധിയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കച്ചവടം. മഹാത്മാഗാന്ധിയുടെ സന്ദേശങ്ങളെ അതേപടി ജീവിതത്തിൽ പകർത്തിയ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ഇളപ്പറ്റിയായിരുന്നു KPയുടെ ഗുരുനാഥൻ. ഗാന്ധിയൻ ആദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച് ഗാന്ധിജി വിഭാവനം ചെയ്ത സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. ജനാധിപത്യ സംവിധാനം പിന്തുടരേണ്ട ഭരണാധികാരികൾ തന്നെ അക്രമ പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുന്ന ദുരവസ്ഥയാണ് രാജ്യം നേരിടുന്നത്. ഫാസിസത്തിന്റെ എല്ലാ രൂപങ്ങളും എതിർക്കപ്പെടേണ്ടതാണ്, സുധീരൻ കൂട്ടിച്ചേർത്തു. ഗ്രന്ഥാലയം മുൻ പ്രസിഡന്റ് KV നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് N രാഘവൻ, ഗ്രന്ഥാലയം പ്രസിഡന്റ് K രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥാലയം സെക്രട്ടറി CV വിനോദ് കുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് U രാജേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ചെറുപുഴ പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി ജോൺസൺ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷാൻഡി കലാധരൻ, PR സുലോചന എന്നിവർക്കെതിരെയാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പഞ്ചായത്ത് അംഗങ്ങളായ V കൃഷ്ണൻ, മനോജ് വടക്കൻ, ജമീല കോളയത്ത്, ലളിത ബാബു, സിസിലി ജോർജ്, റോസലി അടിമാക്കൽ, ബിന്ദു ബിജു, V രാജൻ, വിജേഷ് പള്ളിക്കര എന്നിവരാണ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയത്. കോൺഗ്രസ്, കേരള കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം ജില്ലാ സംസ്ഥാന നേതാക്കൾ ഇടപെട്ട് പരിഹരിച്ചിരുന്നു. ഇതേ തുടർന്ന് കേരള കോൺഗ്രസ് അംഗങ്ങളായ കൊച്ചുറാണി ജോർജ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും ഡെന്നി കവാലം സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനവും രാജിവെച്ചു. എന്നാൽ LDF അംഗങ്ങളായ വൈസ് പ്രസിഡന്റും 2 സ്ഥിരം സമിതി അധ്യക്ഷന്മാരും രാജിവെച്ചിരുന്നില്ല. ഇതേ തുടർന്നാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. കോലത്തുവയലിലെ DYFI പ്രവർത്തകൻ PP മനോജ് 8ാമത് രക്തസാക്ഷി ദിനം കോലത്തുവയലിൽ നടന്നു. N ഷംസീർ MLA ഉദ്ഘാടനം ചെയ്തു. ഈ കൊലപാതക രാഷ്ട്രീയത്തിനോട് ഞങ്ങൾക്ക് യോജിപ്പൊന്നുമില്ല. ചില ഘട്ടങ്ങളിൽ ചില പ്രതിരോധമുണ്ടായിട്ട് ഞങ്ങൾ നിഷേധിക്കുന്നില്ല. ഇവിടെ ഗാന്ധിയന്മാർ ചമയുന്നവരും
അക്രമ രാഷ്ട്രീയത്തെ തള്ളിപ്പറയും. കോൺഗ്രസ് BJPയും RSSും ഇവിടെ മാത്രമാണ് കുഴപ്പമുണ്ടാക്കുന്നത്. CPIയും RSS സംഘടന എന്നാ പറയാ. RSS ഉള്ളിടത്തെല്ലാം കുഴപ്പമില്ലേ? അതാണല്ലോ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്. രാജ്യത്താകമാനൊരു കുഴപ്പമുണ്ടാക്കുന്നില്ലേ? കേരളത്തിലേക്ക് എത്തുമ്പം അതിൽ ഒരു ഭാഗത്ത് ഞങ്ങൾ ആവുന്നു ശരിയാ. കാരണം കൊലവാളുകളും വടിവാളുകളുമായി മുസ്ലിങ്ങളെയും ദളിതുകളെയും കൊന്നൊടുക്കാൻ ഓടിയെടുക്കുമ്പോൾ അരുതെന്ന് പറയാനും അവന്റെ മുടിക്കുത്തിനെ വിളിച്ച് തടഞ്ഞു നിർത്താൻ കരുത്തുള്ള സഖാവ് മനോജിന്റെ പ്രസ്ഥാനം കേരളത്തിൽ ശക്തിയായി ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഞങ്ങളില്ലാത്തടത്ത് മുസ്ലിങ്ങളെ കൊല്ലുന്നു, ഞങ്ങളില്ലാത്തടത്ത് ദളിതുകളെ കൊല്ലുന്നു, ഞങ്ങളില്ലാത്തടത്ത് ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നു, ഞങ്ങളുള്ളിടത്ത് ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നു. അപ്പൊ RSSനെ വെള്ളപൂശാൻ, ഗ്ലോറിഫൈ ചെയ്യാൻ, മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നവരോട് വളരെ വിനയത്തോടെ ഞങ്ങൾ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം, രാഷ്ട്രീയ സ്വയം സേവക് എന്ന ഭീകര പ്രസ്ഥാനത്തിന്റെ ആക്രമണത്തിന് വിധേയരാവാത്ത ആരുണ്ട് ഈ നാട്ടിൽ, ഈ രാജ്യത്ത്? ഇ മോഹനൻ അധ്യക്ഷത വഹിച്ചു. ടി ചന്ദ്രൻ, എൻ ശ്രീധരൻ, പി ഗോവിന്ദൻ, ടി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ EMV രാജൻ സ്വാഗതം പറഞ്ഞു. ഇരണാവിൽ നിന്നും കോലത്ത് വയലിലേക്ക് ബഹുജന മാർച്ചും കീച്ചേരിയിൽ നിന്നും ചുവപ്പ് വളണ്ടിയർ മാർച്ചും നടന്നു. ചടങ്ങിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. പെരുമ്പടവ് ഗ്രാമപഞ്ചായത്ത് എന്ന ആവശ്യത്തിന് വീണ്ടും ജീവൻ വെക്കുന്നു. നിലവിൽ 4 പഞ്ചായത്തുകളിൽ പരന്നുകിടക്കുന്ന പെരുമ്പടവ് പ്രദേശം വികസന കാര്യത്തിൽ അവഗണന പേറുകയാണ്. ഇനിയൊരു വിഭജനം ഉണ്ടാകുമ്പോൾ പ്രഥമ പരിഗണന നൽകണമെന്ന ഹൈക്കോടതി നിർദ്ദേശമാണ് പെരുമ്പടവിന്റെ പ്രതീക്ഷകൾക്ക് കരുത്തു നൽകുന്നത്. അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന കുടിയേറ്റ മലയോര മേഖലയാണ് പെരുമ്പടവ്. ചപ്പാരപ്പടവ് പഞ്ചായത്ത്, എരമംകുറ്റൂർ പഞ്ചായത്ത് എന്നിവയുടെ സംഗമ സ്ഥലം കൂടിയാണ് പെരുമ്പടവ്. നിർദ്ദിഷ്ട ഗ്രാമപഞ്ചായത്ത് പയ്യന്നൂർ, തളിപ്പറമ്പ് എന്നീ അസംബ്ലി മണ്ഡലങ്ങളുടെ അതിർത്തി പ്രദേശമാണ്. പെരുമ്പടവ് ആസ്ഥാനമായി ഒരു പഞ്ചായത്ത് എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. നിലവിൽ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ദൈനംദിന ആവശ്യത്തിന് പഞ്ചായത്ത് ആസ്ഥാനവുമായി ബന്ധപ്പെടണമെങ്കിൽ 12ഉം 15ഉം കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യണം. ചപ്പാരപ്പടവ് പഞ്ചായത്തിലെ നിലവിലുള്ള 4 വാർഡുകളായ ഇടക്കോം, വിമലശ്ശേരി, എരുവാട്ടി, പെരുമ്പടവ് എന്നിവയും എരമംകുറ്റൂർ പഞ്ചായത്തിലെ വെള്ളോറ വില്ലേജിൽപ്പെട്ട 6 വാർഡുകളും കൂട്ടിച്ചേർത്ത് ഒരു ഗ്രാമപഞ്ചായത്ത് രൂപീകരിക്കാൻ ആവശ്യമായ വോട്ടർമാരും ജനസംഖ്യയുമുണ്ട് ഇവിടെ. ഇത് ചൂണ്ടിക്കാട്ടിയാണ് പഞ്ചായത്ത് രൂപീകരിക്കണമെന്ന് കാണിച്ച് നിവേദനം നൽകിയത്. ഒരു തവണ രൂപീകരണത്തിന് അടുത്തുവരെ എത്തിയ ശേഷം തഴയപ്പെടുകയായിരുന്നു. നിർദ്ദിഷ്ട പഞ്ചായത്തിലെ 10 വാർഡുകൾ വിഭജിച്ച് 14 ആക്കാവുന്നതുമാണ്. നിലവിൽ വിവിധ പഞ്ചായത്തുകളിൽപ്പെട്ട് കിടക്കുന്നതിനാൽ ഈ പ്രദേശത്തിന്റെ വികസനവും മുരടിച്ച നിലയിലാണ്. പഞ്ചായത്ത് രൂപീകരിച്ചാൽ വേണ്ട അത്യന്താപേക്ഷിതമായ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഇവിടെ സജ്ജമാണ്. ഈ പെരുമ്പടവ് പ്രദേശം എന്ന് പറയുമ്പോൾ ഒരു 3-4 പഞ്ചായത്തിൻ്റെ സംഗമ സ്ഥലം കൂടിയാണ് പെരുമ്പടവ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പഞ്ചായത്തിൻ്റെ എൻഡ് ആയതിനാൽ എല്ലാ പഞ്ചായത്തുകൾക്കും വേണ്ടത്ര ഒരു പരിഗണന ഈ പെരുമ്പടവിൽ കിട്ടുന്നില്ല എന്നുള്ളത് വളരെ ഒരു തുറന്ന സത്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ പെരുമ്പടവിൽ ഒരു ഗ്രാമപഞ്ചായത്ത് വേണം എന്നുള്ള ഒരു താല്പര്യം പരിഗണിച്ച് പ്രദേശത്തെ ആൾക്കാരെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ഒരു അപേക്ഷ സർക്കാരിനോട് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിരുന്നു. പക്ഷേ അത് പല പല കാരണങ്ങളാൽ ആ പഞ്ചായത്ത് നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ ഈ പഞ്ചായത്ത് വരികയാണെങ്കിൽ പെരുമ്പടവിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ചപ്പാറോട് പഞ്ചായത്തിൻ്റെ ബസ് സ്റ്റാൻഡും എല്ലാ സൗകര്യങ്ങളും, ഓഫീസിന് തുടങ്ങാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ ഒരുങ്ങിയിട്ടുണ്ട്. അതിനും അപ്പുറത്ത് ഈ പ്രദേശം നമ്മൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് എരമംകുറ്റൂർ പഞ്ചായത്തിൻ്റെ വെള്ളോറ വില്ലേജും ചപ്പാരപ്പട പഞ്ചായത്തിൻ്റെ തലവിൽ ദേശവും ഉൾപ്പെട്ട പ്രദേശമായി നമ്മൾ കൊടുത്തിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 13 വാർഡ് ജനസംഖ്യ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 14,000-15,000 ജനസംഖ്യയും കിട്ടുന്ന ഒരു പ്രദേശമായിരുന്നു ഈ വെള്ളോറ വില്ലേജിൻ്റെ 6 വാർഡും തലവിലത്തെ 3 വാർഡ് കൊടുത്താൽ 9 വാർഡുകൾ വിഭജിച്ചാൽ 13 വാർഡുകൾ കിട്ടുമായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം ഇന്നും നിലനിൽക്കുകയാണ്. കാരണം ജനങ്ങൾ ഇവിടെ വളരെ അസ്വസ്ഥരാണ്. കാരണം വേണ്ടത്ര ഒരു വികസനം, ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു അഭാവം മൂലം വേണ്ടത്ര ഒരു വികസനം പെരുമ്പടവിൽ എത്തിച്ചേരുന്നില്ല. തഴയപ്പെട്ടപ്പോൾ ജനങ്ങളുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിച്ച് ഹൈക്കോടതിയിൽ റിട്ട് സമർപ്പിച്ചിരുന്നു. ഇത് പരിഗണിച്ച ഹൈക്കോടതി ഇനിയൊരു വിഭജനം ഉണ്ടാകുമ്പോൾ പ്രഥമ പരിഗണന പെരുമ്പടവിന് നൽകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് പ്രദേശവാസികളുടെ പ്രതീക്ഷകൾക്ക് പുത്തൻ കരുത്തു പകർന്നിരിക്കുന്നത്. നിലവിൽ ഹൈക്കോടതി നിർദ്ദേശവും ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാരിൽ വീണ്ടും നിവേദനം നൽകിയിരിക്കുകയാണ് പെരുമ്പടവ് ജനത. ന്യൂസ് ബ്യൂറോ, പിലാത്ര. പഴയങ്ങാടി ബോട്ട് ടെർമിനൽ റിവർവ്യൂ പാർക്ക് നിർമ്മാണം അന്തിമഘട്ടത്തിൽ. ഫെബ്രുവരി 15-നകം ടെർമിനലിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികളും ടൂറിസത്തിനായി ഇവിടെ എത്തുന്ന ജനങ്ങളും. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വർഷങ്ങളായുള്ള ടൂറിസം മേഖലയ്ക്കാണ് പ്രതീക്ഷയേറുന്നത്.
ഉത്തര മലബാറിന്റെ ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവേകുന്ന മലനാട് മലബാർ റിവർ ക്രൂയിസം പദ്ധതിയായ സ്വദേശി ദർശന്റെ ഭാഗമായി പഴയങ്ങാടി പുഴയിൽ നിർമ്മിക്കുന്ന ബോട്ട് ടെർമിനലിന്റെ പ്രവൃത്തി അന്തിമഘട്ടത്തിലെത്തി. ഫെബ്രുവരി 15-നകം ടെർമിനലിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന് ബന്ധപ്പെട്ട അധികൃതരും വ്യക്തമാക്കിയിരുന്നു. ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് ബോട്ട് ടെർമിനലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. വിനോദസഞ്ചാര വികസനത്തിൽ വൻ കുതിപ്പിന് വഴിയൊരുക്കുന്ന പദ്ധതിക്ക് പഴയങ്ങാടി പുഴയിലൂടെയുള്ള ബോട്ട് ഗതാഗതം സുഗമമാക്കുന്നതിനും ടൂറിസം വികസനത്തിനുമായി 3 കോടി രൂപയാണ് ടൂറിസം വകുപ്പിൽ നിന്ന് അനുവദിച്ചത്. ഈ മലബാർ ക്രൂസിന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ വന്ന പുതിയ ജെട്ടി നാട്ടിന് കുറച്ച് മെച്ചം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ആലപ്പുഴയിൽ മാത്രം കാണുന്ന ഹൗസ് ബോട്ടിംഗ് സംവിധാനമാണ് ഇവിടെ വരാൻ പോകുന്നത്. അത് പണ്ടാര പറഞ്ഞ പോലെ ഇത് പഴയ ജെട്ടിന്റെ അവസ്ഥ തന്നെ ആയിരിക്കും ഇതിനും വരാനുള്ള പ്രതീക്ഷയിലാണ് ജനങ്ങൾ. ഏതായാലും പദ്ധതി വരുന്നതിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് ഇവിടുത്തെ പ്രദേശവാസികളും ടൂറിസത്തിനായി ഇവിടെ എത്തുന്ന ജനങ്ങളും. 100 മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന ബോട്ട് ടെർമിനലിൽ 40 മീറ്ററിൽ നടപ്പാതയും 60 മീറ്ററിൽ 4 ബോട്ടുകൾ അടുപ്പിക്കുന്നതിനുള്ള സൗകര്യവും ഉണ്ടാകും. ഇതോടൊപ്പം സൗന്ദര്യ വിളക്കുകളും ഇരിപ്പിടവും ഒരുക്കും. സഞ്ചാരികൾക്ക് പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനോടൊപ്പം പഴയങ്ങാടി പുഴയിൽ ബോട്ടിംഗ് നടത്തുന്നതിനും ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ സാധിക്കും. പഴയങ്ങാടി മുട്ടുകണ്ടി റോഡിൽ 90 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പഴയങ്ങാടി റിവർ വ്യൂ പാർക്കിന്റെ പ്രവൃത്തിയും അവസാന ഘട്ടത്തിലാണ്. 100-ലധികം പേർക്ക് നിൽക്കാവുന്ന പബ്ലിക് സ്പേസ്, വള്ളംകളി പവലിയൻ, റെയിൻ ഷെൽട്ടറുകൾ, കോഫി ഷോപ്പുകൾ, ഹൈമാസ്റ്റ്, മിനിമാസ്റ്റ്, ഡിസൈൻ വിളക്കുകൾ, പരിസ്ഥിതി സൗഹൃദ ടോയ്ലറ്റുകൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാകും. പൊതുമേഖലാ സ്ഥാപനമായ സിൽക്കിനാണ് നിർമ്മാണ ചുമതല. മലബാറിന്റെ സാംസ്കാരിക കലാരൂപങ്ങളായ തെയ്യം, ഒപ്പന, കോൽക്കളി, പൂരക്കളി, യക്ഷഗാനം മുതലായവ ഉൾപ്പെടുത്തിക്കൊണ്ടും മലബാറിന്റെ ചരിത്രപരമായ സവിശേഷതകൾ ഉൾപ്പെടുത്തിയും പ്രമേയാധിഷ്ഠിതമായ ടൂറിസം സർക്യൂട്ടുകൾ വികസിപ്പിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ നഗരത്തിൽ മെയിൻ റോഡിലെ അനധികൃത വാഹന പാർക്കിംഗ് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. നോ പാർക്കിംഗ് ബോർഡ് വെച്ച ഭാഗങ്ങളിലും പാർക്കിംഗ് പതിവാകുന്നു. നടപടിയെടുക്കേണ്ട പോലീസ് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. പയ്യന്നൂർ നഗരത്തിലെ റോഡ് മെക്കാഡൻ ടാറിംഗ് നടക്കുമ്പോൾ എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് പയ്യന്നൂർ നഗരസഭ അധികൃതർ നിരത്തിയത്. അനധികൃത വാഹന പാർക്കിംഗ് കർശനമായി തടയുമെന്നും ഇതിനായി പ്രത്യേകമായി ഹോംഗാർഡുകളെ നിയോഗിക്കുമെന്നുമായിരുന്നു തീരുമാനം. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഇപ്പോൾ കണ്ടറിയാം. ഫുട്പാത്തുകളിലൂടെ നടക്കാമെന്ന് വെച്ചാൽ പറ്റാത്ത അവസ്ഥയാണ്. തലങ്ങും വിലങ്ങും വണ്ടികൾ, ബൈക്കുകളും സ്കൂട്ടറുകളും സൈക്കിളുകളും നിരത്തിവെച്ചിരിക്കുന്നു. വേലി കെട്ടിയതുപോലെയാണുള്ളത്. നിയമങ്ങൾ കാറ്റിൽ പറത്തി ഇങ്ങനെയുള്ള വാഹന പാർക്കിനെതിരെ ഇനിയെങ്കിലും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാവണം. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ടി ബാബു, പഴയങ്ങാടി. ചെറുപുഴയിൽ വീട് തകർന്നു വീണു. 2 വയസ്സുകാരിക്ക് പരിക്കേറ്റു. പട്ടത്തുവയലിലെ കാണിക്കാരൻ മീനാക്ഷിയുടെ വീടാണ് തകർന്നു വീണത്. വീട് തകർന്ന് പരിക്കേറ്റ കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. ഓടുമേഞ്ഞ വീട് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഏകദേശം 3 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. കാണാം പെരുങ്കളിയാട്ട വിശേഷങ്ങൾ. പയ്യന്നൂർ പൂന്തുരുത്തി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഗ്യാലറി ഒരുങ്ങി. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് സുഗമമായ ദർശനത്തിന് അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വേറിട്ട പരീക്ഷണം. പയ്യന്നൂർ പൂന്തുരുത്തി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ മുന്നൊരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. കളിയാട്ടത്തിന് അരങ്ങുണരാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഒരുക്കങ്ങൾ തകൃതിയാണ് ക്ഷേത്ര പരിസരത്ത്. മുന്നൊരുക്കങ്ങളിലെ വേറിട്ട കാഴ്ചയാവുകയാണ് ക്ഷേത്രം മതിലിന് പുറത്തൊരുക്കിയ ഗ്യാലറി. ഇരുമ്പിലൊരുക്കിയ ഗ്യാലറിയുടെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ്. കരിവള്ളൂർ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിലാണ് ഗ്യാലറി എന്ന ആശയം ആദ്യമായി നടപ്പിലാക്കിയത്. ഇത് വിജയമായതോടെയാണ് ഗ്യാലറി ആശയം പൂന്തുരുത്തി മുച്ചിലോട്ടും നടപ്പിലാക്കാൻ സംഘാടകർ തീരുമാനിച്ചത്. ഒരു 1000 ആളത്തോളം ഒരേ സമയത്ത് 1000 ആളുകൾക്ക് വളരെ ഭംഗിയായിട്ട് തമ്പുരാട്ടി നിവരുന്നത് കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പിന്നീട് നമ്മളെന്ന് വെച്ചാൽ ഭക്ഷണശാല എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് ഒരു 5000 ആൾക്ക് ഒരേ സമയത്ത് ത്രികോട്ട് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്തും തെക്ക് ഭാഗത്തുമായാണ് ഗ്യാലറി ഒരുക്കിയിട്ടുള്ളത്. ജനങ്ങൾക്ക് സുഗമമായി ദർശന സൗകര്യം ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഗ്യാലറി ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.
നെല്ലിക്ക ആരോഗ്യകരമായ ഒന്നു മാത്രമല്ല, മലയാളിയുടെ ഗൃഹാതുരത്വത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. നെല്ലിക്കയെ പറ്റിയുള്ള കവികളുടെ വരികൾ തന്നെ മതി നെല്ലിക്കയെ മധുരതരമാക്കാൻ. വലിയ നെല്ലിക്കകൾ വിപണിയിൽ കിട്ടാനുണ്ടെങ്കിലും ചെറിയ നാടൻ നെല്ലിക്കകൾ ഇന്ന് അപൂർവമാണ്. ഒരു കാലത്ത് പറമ്പിൽ അങ്ങോളമിങ്ങോളം നാടൻ നെല്ലിമരങ്ങൾ തല ഉയർത്തി നെല്ലിക്കകളും നിറച്ച് നിന്നിരുന്നു. ബാല്യത്തിന്റെ കയ്പും പുളിപ്പും മധുരവുമുള്ള അനുഭവങ്ങൾ കാലത്തിനിപ്പുറവും പഴയ തലമുറയ്ക്ക് മധുരമുള്ള ഓർമ്മകളാണ്. എന്നാൽ ഇന്ന് നെല്ലിമരങ്ങൾ എവിടെയെങ്കിലും കണ്ടെങ്കിലായി. ഇതും ഹൈബ്രിഡിലേക്ക് മാറിക്കഴിഞ്ഞു. ഓർമ്മകളുടെ സുഗന്ധം മാത്രമല്ല നെല്ലിക്ക പരത്തുന്നത്, ഏറെ ഔഷധ ഗുണങ്ങളുള്ള ഒന്നുകൂടിയാണിത്. ഇടതൂർന്നു വളരുന്ന മുടിയും അതിന് കറുപ്പും നെല്ലിക്ക സ്ഥിരമായി കഴിച്ചാൽ ലഭിക്കും. വിറ്റാമിൻ സിയുടെ കലവറയാണ് നെല്ലിക്ക. കാഴ്ചശക്തി മെച്ചപ്പെടാൻ, ചർമ്മത്തിന് അഴകുണ്ടാവാൻ, ശരീരത്തിൽ നിന്ന് വിഷപദാർത്ഥങ്ങളെ പുറത്തുകളയാൻ, പല്ലുകളുടെയും എല്ലുകളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്താൻ, കൊളസ്ട്രോൾ മതിയായ രീതിയിൽ നിലനിർത്താൻ, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഗുണങ്ങൾ നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്നു. ഈ മരത്തിൽ വലിഞ്ഞുകയറി നെല്ലിക്ക പറിച്ച അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്ത് തിന്നിരുന്ന ബാല്യങ്ങളും കാലമാറ്റത്തിൽ മാറിപ്പോയിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പഴയങ്ങാടി അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ഹെഡ് ഓഫീസിന് പഴയങ്ങാടി ബോട്ട് കടവിന് സമീപം പുതിയ കെട്ടിടം പണിയും. ശിലാസ്ഥാപന കർമ്മം ശനിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിക്കും. 1985 മുതൽ മാടായി റവന്യൂ ഫർക്കയിൽ പ്രവർത്തിച്ചു വരുന്ന പഴയങ്ങാടി അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് 34ാം വാർഷികാഘോഷത്തിന്റെ നിറവിലാണ്. ബാങ്കിന്റെ ശിലാസ്ഥാപന കർമ്മം ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിക്കും. ബാങ്ക് ചെയർമാൻ MP ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. സതീശൻ പാച്ചേനി മുഖ്യാതിഥിയാകും. പഴയങ്ങാടിയിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ MP ഉണ്ണികൃഷ്ണൻ, SV നാസർ, ബാങ്ക് ജനറൽ മാനേജർ NG സുനിൽ പ്രകാശ്, രാജമ്മ തച്ചൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ദൃശ്യ ദേശാഭിമാനി മെഗാ ഇവന്റ് തൈക്കുടം ബ്രിഡ്ജ് മെഗാ ഷോ ജനുവരി 20 ഗവൺമെന്റ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. ഭാരത് ഭവനും അതുപോലെ തന്നെ സൗത്ത് സോൺ കൾച്ചറൽ സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ നോർത്ത് ഈസ്റ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പ്രാവശ്യം സാധാരണ ഇതിൽ ആദ്യത്തെ മെഗാ ഷോ എന്നുള്ളതാണ് ദൃശ്യ ആരംഭിക്കുന്നതിൻ്റെ പ്രവർത്തന വർഷം. അപ്പോൾ ഈ വർഷം പയ്യന്നൂരിൽ ആദ്യമായാണ് തൈക്കൂടം ബ്രിഡ്ജ് പരിപാടി അവതരിപ്പിക്കുന്നത്. നിരവധി പ്രശസ്തമായ ആൽബങ്ങളിലൂടെ മലയാളത്തിന്റെ സംഗീത ലോകത്തിൽ അടയാളപ്പെടുത്തിയ തൈക്കൂടം ബ്രിഡ്ജ് ഈ മേഖലയിലെ വേറിട്ട ശബ്ദമാണ്. പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ ജനുവരി 20 ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് ആരംഭിക്കുന്ന മെഗാ ഷോ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റേജിൽ അരങ്ങേറും. മെഗാ ഇവന്റിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. മെഗാ ഷോയുമായി ബന്ധപ്പെട്ട് പയ്യന്നൂരിലെ വിവിധ മേഖലകളിൽ പ്രശസ്തരായ കലാ സാംസ്കാരിക പ്രവർത്തകരെ ആദരിക്കും. ഭാരത് ഭവൻ സെക്രട്ടറി പ്രമോദ് പയ്യന്നൂർ, ചലച്ചിത്ര സംവിധായകൻ മോഹൻ കുപ്ലേരി, സംവിധായകനും തിരക്കഥാകൃത്തുമായ സുരേഷ് പൊതുവാൾ, സിനിമാ നിർമ്മാതാവ് ആനന്ദ് പയ്യന്നൂർ, നടൻ സുബീഷ് സുധി, സ്വാമി കൃഷ്ണാനന്ദ ഭാരതി, VP ബാലഗംഗാധരൻ, അസീസ് തായ്നേരി, അഡ്വക്കേറ്റ് K വിജയകുമാർ, ഡോക്ടർ കുഞ്ഞിക്കണ്ണൻ, NV കൃഷ്ണൻ, കലാമണ്ഡലം ലത, സീതാ ശശിധരൻ, സരശൻ ഖാന, KC കൃഷ്ണൻ, KP കൃഷ്ണൻ, MP രാഘവൻ തുടങ്ങിയവരെ ആദരിക്കും. ദൃശ്യ ദേശാഭിമാനി ഒരുക്കുന്ന മെഗാ ഷോ സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് TI മധുസൂദനന്റെ അധ്യക്ഷതയിൽ കേരള വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ MP-മാർ, MLA-മാർ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും. പരിപാടിക്കെത്തുന്ന കാണികൾ അവരുടെ വാഹനങ്ങൾ പയ്യന്നൂർ മുനിസിപ്പൽ സ്റ്റേഡിയം, BM LP സ്കൂൾ ഗ്രൗണ്ട്, AK കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയം, ചേംബർ ഗ്രൗണ്ട്, ഗേൾസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ പാർക്ക് ചെയ്ത് പരിപാടിയുമായി സഹകരിക്കണമെന്ന് മാധ്യമ സമ്മേളനത്തിൽ സംഘാടകർ അറിയിച്ചു. പ്രവേശന പാസുകൾ 20-ാം തീയതി രാവിലെ 10 മണി മുതൽ പയ്യന്നൂർ പബ്ലിക് ലൈബ്രറിയിൽ നിന്നും ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ സ്റ്റേഡിയത്തിന് അരികിലുള്ള ടിക്കറ്റ് കൗണ്ടറുകളിൽ നിന്നും വിതരണം ചെയ്യും. മാധ്യമ സമ്മേളനത്തിൽ K ശിവകുമാർ, അഡ്വക്കേറ്റ് KV ഗണേശൻ, V നന്ദകുമാർ, അച്യുതൻ പുത്തലത്ത്, K കമലാക്ഷൻ, PV ലക്ഷ്മണൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം കണ്ടോത്ത് വിശ്വശാന്തി ഭവനിൽ രാജയോഗിനി ബ്രഹ്മകുമാരി ശാന്ത, ബ്രഹ്മകുമാരി അനസൂയ എന്നിവരുടെ നേതൃത്വത്തിൽ 50ാം സ്മൃതി ദിവസം ആചരിച്ചു. 1936 ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ സ്ഥാപനത്തിന് നിമിത്തമായ ദാദാ ലേഖരാജ് തന്റെ ഭൗതിക ശരീരം 1969 ജനുവരിയിൽ ഉപേക്ഷിച്ച ദിവസമാണ് സ്മൃതി ദിവസമായി ആചരിക്കുന്നത്.
ആ ഗുണങ്ങളുണ്ടെങ്കിൽ നമ്മൾ ലക്ഷ്മിയെ വരിക്കാനോ അഥവാ ലക്ഷ്മിയെ പോലെ ആവാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് സ്വയം പരിശോധിക്കണം, ഞാൻ ലക്ഷ്മി സമാനമാവാൻ യോഗ്യനായിട്ടുണ്ടോ. അർത്ഥാത് ലക്ഷ്മിയെ സമാനെ നമ്മൾ ദിവ്യ ഗുണങ്ങൾ ധരിച്ച്. ദാദാ ലേഖരാജ് ഒരു സാധാരണ കൃപലാനി കുടുംബത്തിലാണ് ജനിച്ചത്. പിതാവ് അധ്യാപകനായിരുന്നു. ബാല്യത്തിൽ തന്നെ വിശിഷ്ട ഗുണങ്ങൾക്കുടമയായ ലേഖരാജ് മറ്റു കുട്ടികൾക്ക് മാതൃകയായിരുന്നു. വജ്രവ്യാപാര മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ലേഖരാജ് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം സമർത്ഥനായ വജ്രവ്യാപാരിയായി തീർന്നു. അദ്ദേഹത്തിന് രാജകുടുംബാംഗങ്ങളുമായി അടുത്ത സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ടിന്റെ എലിസബത്ത് രാജ്ഞി പോലും അദ്ദേഹത്തിന്റെ കസ്റ്റമറായിരുന്നു. 1936 മുതൽ 69 ജനുവരി 18 വരെ ആത്മീയ രംഗത്ത് തന്റെ തനു, മന, ധന, സമയ സങ്കല്പങ്ങളെല്ലാം വിനിയോഗിച്ച ലേഖരാജിനെ ഇന്ത്യ ഗവൺമെന്റ് 1973 മാർച്ച് 7 തപാൽ സ്റ്റാമ്പ് ഇറക്കിയാണ് ആദരിച്ചത്. ലോകം മുഴുവനുമുള്ള ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയങ്ങൾ ജനുവരി 18 സ്മൃതി ദിവസമായി ആചരിച്ചു വരുന്നു. തെയ്യം കലയുടെ കുലപതിയും പരിഷ്കർത്താവുമായ മണക്കാടൻ ഗുരുക്കൾ തറവാട്ടിൽ 12 വർഷത്തിനു ശേഷം കളിയാട്ടം. കളിയാട്ടത്തിന്റെ ഭാഗമായി വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടുമെന്ന് സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. പന്ത്രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തെയ്യം കലയുടെ കുലപതിയും പരിഷ്കർത്താവുമായ മണക്കാടൻ ഗുരുക്കൾ തറവാട്ടിൽ കളിയാട്ടം നടത്തുന്നത്. 19 വൈകിട്ട് 3 മണിക്ക് മണക്കാടൻ ഗുരുക്കൾ സമാധിയിൽ നിന്ന് തോട്ടിച്ചാലിലെ തറവാട്ടിലേക്ക് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടക്കും. വൈകിട്ട് 5 മണിക്ക് വിവിധ തെയ്യങ്ങളുടെ തോറ്റങ്ങളുടെ പുറപ്പാട്, 20 പുലർച്ചെ 4 മുതൽ തെയ്യക്കോലങ്ങളുടെ പുറപ്പാട്, കുടിവീരൻ, അങ്കക്കുളങ്ങര ഭഗവതി, വരീക്കര ഭഗവതി, കുറത്തിയമ്മ, വിഷ്ണുമൂർത്തി, വല്ലാർകുളങ്ങര ഭഗവതി എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. 5000-ഓളം പേർക്ക് അന്നദാനവും ഉണ്ടാകും. മാധ്യമസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ കെ നാരായണൻ, വർക്കിംഗ് ചെയർമാൻ കെ.സി. ജയരാജൻ, ഡോക്ടർ വി. രാജീവൻ, കെ.വി. ധനരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ദ പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സാറ്റലൈറ്റ് സെന്റർ ഐ ക്ലിനിക് പഴയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി വിമല ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നേത്രചികിത്സാ രംഗത്തെ പ്രശസ്തരായ ദ പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ സാറ്റലൈറ്റ് ഐ ക്ലിനിക്കും ഒപ്റ്റിക്കൽസും പഴയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. നേത്രരോഗ പരിചരണ രംഗത്തെ പ്രശസ്തരായ മധുര അരവിന്ദ് കണ്ണാശുപത്രിയിലും RIO തിരുവനന്തപുരത്തും അഗർവാൾ ഹോസ്പിറ്റൽ ചെന്നൈയിലും LV പ്രസാദ് ഹൈദരാബാദിലും പ്രവർത്തന പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ കൂട്ടായ്മയിലാണ് ഐ ഫൗണ്ടേഷന്റെ പ്രവർത്തനം. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി വിമല ഉദ്ഘാടനം ചെയ്തു. വളരെ നല്ല രീതിയിൽ വളരെ ഭംഗിയായി പ്രവർത്തനം കൊണ്ടുപോകാൻ ഇന്ത്യയിലെ സ്റ്റാഫിനും മറ്റെല്ലാവർക്കും സാധിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ നാട്ടിലെ എല്ലാവരും. ചടങ്ങിൽ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ സുഹ്റാബി, ഏഴോം ഗ്രാമപഞ്ചായത്ത് അംഗം റീത്ത ജനാർദ്ദനൻ, മാടായി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു ആയിഷ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വി വിനോദ്, പി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. കുണിയൻ യുവധാര സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് 32ാം വാർഷികത്തോടനുബന്ധിച്ച് ഇൻവിറ്റേഷൻ കബഡി ടൂർണമെന്റ് ജനുവരി 19 കുണിയൻ തെക്ക് ഭാഗം എ വിജിത് കുമാർ നഗറിൽ നടക്കും. മാറ്റുലി പണമെണ്ണാനും ഇനി ബാങ്കുകൾക്ക് കൂലി കൊടുക്കണം. സ്വകാര്യ മേഖലാ ബാങ്കുകൾ തുടക്കമിട്ട എണ്ണൽ കൂലി പൊതുമേഖലാ ബാങ്കുകളും ഈടാക്കി തുടങ്ങി. പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക്. സ്വകാര്യ ബാങ്കുകൾ നടപ്പിലാക്കിയിരുന്ന ഈ നിയമം പൊതുമേഖലാ ബാങ്കുകളും തുറന്ന് ജനങ്ങളെ ചൂഷണം ചെയ്യാൻ കൊള്ളയടിക്കുന്നതിന് തുല്യമായൊരു സംഭവമാണ്. ഇത് കേന്ദ്ര ഗവൺമെൻറ് എത്രയും വേഗം നിർത്തലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് തികച്ചും കാടത്തരമായൊരു നിയമമാണ്. മുമ്പൊന്നുമില്ലാതെ ഈ നിയമങ്ങൾ ജനങ്ങളെ പിഴിയാൻ വേണ്ടി മാത്രം സർക്കാരുകൾ ഉണ്ടാക്കുന്ന ഒരു നിയമമാണ്. നിർത്തലാക്കേണ്ടത് അത്യാവശ്യമാണ്. അറിയിപ്പുകൾ.
യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇരൂർ, JCI പയ്യന്നൂർ സംയുക്തമായി അനാമയ ഹോസ്പിറ്റൽ പയ്യന്നൂരിന്റെ സഹകരണത്തോടുകൂടി നടത്തുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ജനുവരി 20 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ഇരൂർ യുവതാര ക്ലബ്ബിൽ നടക്കും. കേരള റോഡ് ആക്സിഡന്റ്സ് അവയർനെസ് ഫോറം ജനറൽ ബോഡി യോഗം ജനുവരി 26 ശനിയാഴ്ച സംഘടനാ ഓഫീസിൽ നടക്കും. കേരള റോഡ് ആക്സിഡന്റ്സ് അവയർനെസ് ഫോറം കേരളത്തിലെ ഹയർ സെക്കൻഡറി സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളിൽ നിന്നും പ്രബന്ധങ്ങൾ ക്ഷണിക്കുന്നു. കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന റോഡപകടങ്ങൾ, പൊലിയുന്ന ജീവിതങ്ങൾ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം, പരിഹാരങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്ന വിഷയത്തിൽ പ്രബന്ധങ്ങൾ ഫെബ്രുവരി 5 പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, കേരള റോഡ് ആക്സിഡന്റ്സ് അവയർനെസ് ഫോറം, കൊച്ചി റെയിൽവേ മേൽപ്പാലത്തിന് സമീപം, പയ്യന്നൂർ PO, കണ്ണൂർ ജില്ല എന്ന വിലാസത്തിൽ അയയ്ക്കുക. വിശദ വിവരങ്ങൾക്ക് 9447360448 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. രാജ്യത്ത് ഭരണ നേതാക്കൾ തന്നെ അക്രമത്തിന് കൂട്ടുനിൽക്കുകയാണെന്ന് VM സുധീരൻ. ചെറുപുഴ പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി ജോൺസൺ, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ഷാൻഡി കലാധരൻ, PR സുലോചന എന്നിവർക്കെതിരെയാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പെരുമ്പടവ് ഗ്രാമപഞ്ചായത്ത് എന്ന ആവശ്യത്തിന് വീണ്ടും ജീവൻ വെക്കുന്നു. നിലവിൽ 4 പഞ്ചായത്തുകളിൽ പരന്നുകിടക്കുന്ന പെരുമ്പടവ് പ്രദേശം വികസന കാര്യത്തിൽ അവഗണന പേറുകയാണ്. പഴയങ്ങാടി ബോട്ട് ടെർമിനൽ റിവർവ്യൂ പാർക്ക് നിർമ്മാണം അന്തിമഘട്ടത്തിൽ. ഫെബ്രുവരി 15 ടെർമിനലിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികളും ടൂറിസത്തിനായി ഇവിടെ എത്തുന്ന ജനങ്ങളും. പയ്യന്നൂർ നഗരത്തിലെ മെയിൻ റോഡിലെ അനധികൃത വാഹന പാർക്കിംഗ് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. നോ പാർക്കിംഗ് ബോർഡ് വെച്ച ഭാഗങ്ങളിലും പാർക്കിംഗ് പതിവാകുന്നു. വാർത്താ നേരം പൂർണ്ണമാകുന്നു. നമസ്കാരം.